KTDCക്ക് 12 കോടി രൂപ ആണ് മാറ്റിവെക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യവും ഗുണമേന്മയുള്ള മാനവശേഷി സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് 17.15 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമായി തീരുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള ടൂറിസം വിപണന പദ്ധതികൾക്കായിട്ട് 78.17 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തിന്റെ പൈതൃകം, സംസ്കാരം, പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് 24 കോടി രൂപ വകയിരുത്തുന്നു. സർ, സബ്സിഡികൾ, ഇൻസെന്റീവുകൾ എന്നിവ നൽകിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനം, ടൂറിസം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടും വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര അനുഭവം പ്രദാനം ചെയ്യുവാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇതുവഴി പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ സാധ്യതയും ലഭ്യതയും വരുമാനവും ഉറപ്പുവരുത്താനാവും. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾക്കായി 136 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി, ആലപ്പുഴ, ബേപ്പൂർ, കൊല്ലം എന്നീ 4 ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, ചെറുവിനോദത്തിനുള്ള ഇടങ്ങൾ കൂടാതെ മോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്ന മിനി മറീനകളും യാട്ട് ഹബ്ബുകളും വികസിപ്പിക്കും. ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള റോഡുകളുടെ വശങ്ങളിൽ ഹ്രസ്വ ദീർഘദൂര സഞ്ചാരികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിശ്രമയിടങ്ങൾ, റിഫ്രഷ്മെന്റ് സൌകര്യങ്ങൾ, ഇൻഫർമേഷൻ കിയോസ്കുകൾ, ശൌചാലയങ്ങൾ തുടങ്ങിയ സൌകര്യങ്ങളുടെ ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുന്നതാണ്. സംസ്ഥാനത്തെ 24 അതിഥി മന്ദിരങ്ങൾ, യാത്രീ നിവാസികൾ, കേരള ഹൌസുകൾ എന്നിവയ്ക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. ഇക്കോ ടൂറിസം പദ്ധതിക്കായിട്ട് 1.9 കോടി രൂപയും ഉത്തരവാദിത്ത ടൂറിസം മേഖലയ്ക്കായി 15 കോടി രൂപയും വകയിരുത്തുന്നു. തെമ്മല ഇക്കോ ടൂറിസം പദ്ധതിക്കായിട്ട് 2 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. മുസിരിസ് ഹെറിറ്റേജ്, സ്പൈസസ് റൂട്ട്, റിവർ ക്രൂയിസ്, ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 14 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന്റെ പരമ്പരാഗത ഉത്സവങ്ങളുടെ പ്രോത്സാഹനം, സംരക്ഷണം, കായൽ തീരങ്ങളെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കൽ, വള്ളംകളിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക ഇനമാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോട് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ലീഗിനായി 9.96 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശാസ്ത്രവും ഗവേഷണ മേഖലയും. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി മേഖലയ്ക്ക് ആകെ 235.55 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് 87.23 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിക്ക് 50 കോടി രൂപയും റീജിയണൽ ക്യാൻസർ സെന്ററിന് 73 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്കായി 25.32 കോടി രൂപ വകയിരുത്തുന്നു. ജൈവ വൈവിധ്യ പ്രവർത്തനത്തിന് 10.5 കോടി രൂപ വകയിരുത്തുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷനായ പരിസ്ഥിതി വകുപ്പിന് കീഴിൽ 2023 ആഗസ്റ്റ് മാസം രൂപീകൃതമായ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുവിദ്യാഭ്യാസം. സർ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032.62 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകൾ ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക ലോകത്തിന് അനുസൃതമായി ഉയർന്ന അക്കാഡമിക് നൈപുണ്യങ്ങളും കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 27.5 കോടി രൂപ വകയിരുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള പദ്ധതിക്ക് 5.15 കോടി. സർ, പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്കായി 14.8 കോടി രൂപ വിലയിരുത്തുന്നു. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 33 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്കൂളുകളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ DD, DEO, AEO അധ്യാപകർ തുടങ്ങിയവരുടെ പെർഫോമൻസും വിലയിരുത്തും. സർ, വ്യാജ വാർത്തകൾ ഉയർത്തുന്ന വെല്ലുവിളി തിരിച്ചറിഞ്ഞ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാലയങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന വ്യാപകമായി മാധ്യമ വിവര സാക്ഷരതാ പരിപാടി നടത്തിക്കൊണ്ടാണ് ഇത് അന്ന് പ്രതികരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയും നമ്മുടെ വിവര ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. AI-യും അതിനനുബന്ധ സാങ്കേതിക വിദ്യകളും നമ്മുടെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പരിശീലനം തുടരുന്നതിനും അടുത്ത തലമുറയിലെ മലയാളികളെ സജ്ജരാക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമികമായിട്ട് 1 കോടി രൂപ നീക്കിവെക്കും. സർ, സ്കൂൾ കുട്ടികളുടെ സൌജന്യ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് 155.34 കോടി രൂപ വെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 15.34 കോടി രൂപ അധികമാണ്. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വെക്കുന്നു. കൈറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി 38.50 കോടി രൂപ മാറ്റിവെക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 75.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 52 കോടി രൂപ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു.
സർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായ CH മുഹമ്മദ് കോയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. SCERTയുടെ 2024-25 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 21 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതമായി 55 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന പദ്ധതിക്കായി 340 കോടി രൂപ വിനിയോഗിക്കുന്നതാണ്. കേന്ദ്ര വിഹിതമായി 510 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറേറ്റിനുള്ള സംസ്ഥാന സഹായമായി 14 കോടി വകയിരുത്തുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ലഭ്യത ഉറപ്പാക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 150 കോടി കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായ സംസ്ഥാന വിഹിതവും 232.14 കോടി രൂപ മുട്ടയും പാലും നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തുന്ന തുകയുമാണ്. പദ്ധതിയുടെ കേന്ദ്ര വിഹിതമായി 225 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവഴിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. മികച്ച തൊഴിലുകൾ സമ്പാദിക്കാനും വിദേശത്തുൾപ്പെടെ പോയി ജോലി നേടുന്നതിനും സഹായകരമാകുന്ന ഈ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസം തങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് ചിലരെങ്കിലും സർക്കാരിനെ സമീപിക്കാറുണ്ട്. ഇപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധയുള്ളവരെ സർക്കാർ സ്വാഗതം ചെയ്യും. എല്ലാവരും സഹായിക്കുന്ന നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ഫണ്ടായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തും. ഫണ്ടിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് വിശദമായ രൂപം ഉണ്ടാക്കും. ഈ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കും. ഇതിനുള്ള സീഡ് ഫണ്ടായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456.71 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന് 16.5 കോടി രൂപ വകയിരുത്തുന്നു. കെയർ-റീപ്പ് എന്ന ഒരു പുതിയ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകളെ സഹായിക്കാനുള്ള കെയർ-റീപ്പ് പദ്ധതി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രങ്ങൾക്കായി 13.4 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഈ കെയർ-റീപ്പിന് നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താനുള്ള വിവിധ പദ്ധതികൾക്ക് നടത്തുന്ന അസാപ്പിന് 35.1 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസം, മാനസികാരോഗ്യം, നൈപുണ്യ വികസനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സൌകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനം, ഗവേഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ റൂസയ്ക്ക് സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 45 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബിസിനസ് സ്കൂളുകളിലൊന്നായ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വജ്ര ജൂബിലി പ്രമാണിച്ച് പ്രത്യേക സഹായമായി 1 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജ് 125ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ ലൈബ്രറി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 1 കോടി രൂപ അനുവദിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ CPASന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയം സംബന്ധിച്ചാണ് കേരളത്തിന്റെ ജൈവവൈവിധ്യവും ചരിത്രവും നാടോടി പാരമ്പര്യവും വാമൊഴി വഴക്കവും ബന്ധിപ്പിച്ചുകൊണ്ട്